ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത് ഇത് കഴുകി വെള്ളം തോർത്തി വെച്ചേക്കുന്ന ചിക്കനാണിത്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടൊമാറ്റോ, 2 ഒനിയൻ, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഗ്രീൻ ചില്ലി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിന് വേണ്ടത് ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കുരുമുളകാണ്. അത് ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനകത്തേക്ക് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. നന്നായി ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ വരെ നമുക്ക് വഴറ്റി കിട്ടും. അപ്പോൾ നന്നായിട്ട് സവാള വഴന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, അതിൻ്റെ കൂടെ കുരുമുളക് പൊടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 3 ടേബിൾ സ്പൂൺ ആണ് കുരുമുളക് എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാൻ മതി. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിപ്പിടിക്കാതെ തക്കാളി വഴങ്ങുന്നുണ്ടോ നോക്കണം. നന്നായി വഴണ്ട് വരുന്നുണ്ട്. ഒരു 1 മിനിറ്റ്സും കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചെറിയ പീസുകളാക്കിയിട്ടുള്ള ചിക്കനാണ്. അന്നേരമാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അരപ്പെല്ലാം പിടിച്ച് കഴിയുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം തീയിൽ നമുക്ക് മൂടി വെക്കാം. നമുക്ക് ഇടയ്ക്കുന്നത് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ലപോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഇപ്പം നല്ലപോലെ വെള്ളം ഇറക്കി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കിയൊക്കെ കൊടുത്ത് നമുക്കൊന്ന് മൂടി വെക്കാം.
നമുക്കത് വെന്തോ നമുക്ക് നോക്കാം. ചെറിയ പീസ് എടുത്ത് നമുക്ക് മുറിച്ച് നോക്കാം. മുറിഞ്ഞ് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി വേണം, അതുകൊണ്ട് ഈ ഗ്രേവി വറ്റിക്കുന്നില്ല. ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം കൂടെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇനി വേണമെങ്കിൽ കോക്കനട്ട് പാല് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പിഴിഞ്ഞ് ചേർക്കാം, അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് നോക്കി എരിവും ഉപ്പൊക്കെ എനിക്ക് കറക്റ്റാണ്. നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി. എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ എൻ്റെ കറി റെഡിയായി. ഇതാണ് ഈസി വേർഷൻ പെപ്പർ ചിക്കൻ. നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ നെയ്ച്ചോറാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈസി വേർഷൻ നെയ്ച്ചോറാണ്. അത് അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.